ദസറ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിന് നമ്മളിങ്ങനെ ഒരു ആഘോഷങ്ങളായിട്ട് കളിക്കും. അപ്പൊ അതിലവരിങ്ങനെ കരിയും ഇതൊക്കെ ചെറിയ പെയിന്റുകളൊക്കെ തോതിൽ തേച്ചിട്ട് അങ്ങനെ അവിടെ ഒരു കൊല്ലം കളിച്ചിട്ടാണ് ഈ സംഭവം വന്നതെന്നാണ് നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവ്. ഇപ്പൊ നമ്മുടെ ടീം എന്ന് പറഞ്ഞ ഒരു ടേബിളോ, ഒരു പുലിവണ്ടി, ഒരു ഹരിത കോർപ്പറേഷൻ്റെ ഒരു ടേബിളോ നമ്മൾ ചെയ്യണം. അങ്ങനെ 3 ഇതാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ 51 പുലിയാണ് നമ്മുടെ ദേശത്ത് ഇപ്പോൾ പോകാറുള്ളത്. സർക്കാരിന്റെ ഭാഗത്ത് ഈ കലാരൂപത്തെ നിലനിർത്താനുള്ള ഒരു സാമ്പത്തിക സഹായം, ചെറിയൊരു സഹായം കിട്ടുന്നുള്ളൂ. ബാക്കി വള്ളം കളിക്കോ അല്ലെങ്കിൽ മറ്റുള്ള കിട്ടുന്ന മാതിരി സഹായം കിട്ടുന്നില്ല. എല്ലാവരും കൂടിയിട്ടുള്ള ഒത്തൊരുമിച്ച് പോണ ഒരു ടീം വർക്ക് അത്രയും ഇതായിട്ടാണ് നമ്മുടെ വടം കെട്ടിയ ടൈമിലൊക്കെ നിന്നിട്ടൊക്കെയാണ് സേഫ് ആയിട്ടാണ് പോണത്. ഏറ്റവും കുറവ് ഒരു പുലിക്കളി സംഘത്തിന് ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. നല്ല രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. ഒരു പുലിക്ക്, നല്ലൊരു വയറുള്ള പുലിക്ക് 10,000 രൂപ കൊടുക്കണം. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരിൽ പിന്നെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ പുലിക്കളി തന്നെയാണ്. അത് തൃശ്ശൂർ പൂരത്തിന് അതേപോലെ ജനങ്ങൾ തൃശ്ശൂർ റൗണ്ട് കൂടുതൽ അറിയും. നമസ്കാരം. അപ്പൊ ഓണം ഇങ്ങോട്ട് എത്താനായി. അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർകാർക്ക് അത് പുലിക്കളിയുടെ ആഘോഷം കൂടിയാണ്. അപ്പൊ പുലിക്കളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് തുടങ്ങല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളി ആഘോഷ സമിതിയിലെ അംഗങ്ങൾ. ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടനിൽ നിന്ന് തുടങ്ങാം. പേര് പറയാമോ? പേര് രാജീവ് എന്നാണ്. സമിതിയിലെ ഞാൻ ഈ ശങ്കരൻകുളം ദേശത്തിന്റെ പ്രസിഡന്റ് ആണ്. ഓ, ഓക്കെ. ഇനി ബാക്കിയുള്ളവരും കൂടി പരിചയപ്പെട്ടിട്ട് വരാം. പേര് പറയാവോ? സുജിത്ത് എന്നാണ് പേര്. സമിതിയിലെ കൺവീനറാണ്. ഓക്കെ. അടുത്ത ആള് സുവീഷ് കൺവീനറാണ്. ഓക്കെ. പേര് ജിനേഷ്, സമിതിയുടെ ട്രഷററാണ്. ദാസൻ രക്ഷാധികാരിയാണ്. ഓ, ബിജു രക്ഷാധികാരിയാണ്. ഓക്കെ. രഘുനാഥ് രക്ഷാധികാരിയാണ്. ഞാൻ മനോജ് മഠത്തിലെ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ശ്രീകുമാർ, രക്ഷാധികാരിയാണ്. പേര് രാകേഷ്, കമ്മിറ്റി മെമ്പറാണ്. നിമ വിനോദ്, കമ്മിറ്റി മെമ്പറാണ്. പ്രീത, കമ്മിറ്റി മെമ്പർ. ജ്യോതിലക്ഷ്മി, കമ്മിറ്റി മെമ്പർ. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ എത്ര കാലമായി ഇപ്പോൾ പുലിക്കളി ശങ്കരൻകുളങ്ങര ദേശത്ത് നിന്ന് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2ാമത്തെ വർഷമാണ് ഇപ്പോൾ പോണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗംഭീരമായിട്ട് പോയിട്ടായിരുന്നു. നമുക്ക് 2 പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 തേർഡ് പ്രൈസ് ടാബ്ലോ. എന്തിനൊക്കെയായിരുന്നു ടാബ്ലോയ്ക്ക്? പുലിവണ്ടി പ്ലസ് ടാബ്ലോ, അങ്ങനെ 2 പ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തുകൊണ്ട് ഇത്ര ലേറ്റായി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ദേശത്തുനിന്ന് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കാൻ? കാരണം ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടല്ലോ പുലിക്കളിക്ക്. ഇതെന്ന് വെച്ചാൽ നല്ല കാശ് കൊണ്ടിരിക്കും. സാമ്പത്തികമായിട്ട് വളരെ നല്ലൊരു എമൗണ്ട് വരും. ഇങ്ങനെ ആൾക്കാരെ കൂട്ടി അതാണ് ഞങ്ങൾ ശരിക്കും സെറ്റായി 2 വർഷമായിട്ട് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുലിക്കളിയുടെ ചരിത്രം എങ്ങനെയാണ്? അതിന്റെ ഒരു കഥ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ? ചരിത്രം നമ്മുടെ ട്രഷർക്ക് കൊടുക്കാം. ചേട്ടനാണ് ചരിത്രം അറിയുന്നതെന്ന് തോന്നുന്നു. നമസ്കാരം. പറയൂ. പുലിക്കളി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ പട്ടാളം റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അവിടെ ഈ പട്ടാണികൾ വന്ന് കളിച്ചിട്ടാണ് ഈ സംഭവം പുലിക്കളി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ദസറ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിന് നമ്മളിങ്ങനെ ഒരു ആഘോഷങ്ങളായിട്ട് കളിക്കും. അപ്പൊ അതിലവരിങ്ങനെ കരിയും ഇതൊക്കെ ചെറിയ പെയിന്റുകളൊക്കെ തോതിൽ തേച്ചിട്ട് അങ്ങനെ അവിടെ ഒരു കൊല്ലം കളിച്ചിട്ടാണ് ഈ സംഭവം വന്നതെന്നാണ് നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ള അറിവ്. പിന്നെ എങ്ങനെയാന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് ഒരു തൃശ്ശൂരിൽ ഇപ്പൊ നമ്മൾ ഈ ഓണത്തിന് അല്ലെങ്കിൽ 4ാം ഓണത്തിന്റെ അന്ന് പുലിക്കളി ചെയ്യാം എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഘോഷം ഇങ്ങനെയായിരിക്കും വന്നുണ്ടാക്കുക എന്നറിയോ? അത് കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കേട്ടറിവ് മാത്രമേ വലിയ നമ്മളിപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട്. അത് കാരണം അത്ര വലിയ ഇതായിട്ട് അറിയില്ല. എന്നാലും നമുക്ക് അറിയണ രീതിയിലാണ് ഇങ്ങനെയാണ്. ഓക്കെ. ഇപ്പൊ എന്താണ് ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ ടീം എന്ന് പറഞ്ഞ ഒരു ടേബിളോ, ഒരു പുലിവണ്ടി, ഒരു ഹരിത കോർപ്പറേഷൻ്റെ ഒരു ടേബിളോ നമ്മൾ ചെയ്യണം. അങ്ങനെ 3 ഇതാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ 51 പുലിയാണ് നമ്മുടെ ദേശത്ത് ഇപ്പോൾ പോകാറുള്ളത്. ഈ ഒരു പുലിവണ്ടി എന്ന് പറയുമ്പോൾ അത് ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ ടേബിളോ പോലെ ഡെക്കറേഷൻ ചെയ്തിട്ട് ചിലപ്പോൾ ഗുഹകളാവാം, അങ്ങനെ പല സർപ്രൈസ് ആണ്. പുലികൾക്ക് സമയമായിട്ടുള്ള എന്തെങ്കിലും ഒരു
ഇതായിരിക്കും നമ്മൾ ചെയ്യാം. പിന്നെ അത് സർപ്രൈസ് ആണ് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ഒരു കോമ്പറ്റീഷനും കൂടി ഉണ്ടല്ലോ. അത് കാരണമാണ് എന്തായാലും ഒരു ടീം വേണമായില്ല, നമ്മളല്ലാണ്ട് വെറുതെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടേ ഒരു മാർക്ക് ഇടില്ല. കോർപ്പറേഷൻ നോക്കുന്നത് ടീം നോക്കിയിട്ടാണ് അവര് പ്രൈസ് ഇടുക. ടീം നോക്കിയിട്ടാണ് അവര് പ്രൈസ് ഇടുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വയനാട് ദുരന്താണ് ടാബിൾ ചെയ്ത്, പിന്നെ ഗുഹയാണ് പുലിവണ്ടി ചെയ്തത്. അപ്പൊ രണ്ടിനും തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അതിലും ഗംഭീരമായി എന്തോന്ന് ഒരുങ്ങുന്നുണ്ടെന്നുള്ളതാണ്. ഇത്തവണ ബെസ്റ്റോ സെക്കൻഡോ കിട്ടുന്നൊരു ആഗ്രഹത്തിലാണ്. ഒന്നും കൂടി കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഗംഭീരമായിട്ടാണ് ഇക്കൊല്ലം നമ്മൾ ചെയ്യണത്. ഓക്കെ, ഇനി കുറച്ച് ചേച്ചിമാരോടാണ് ഞാൻ കൊടുക്കാം. ഈ പെൺപുലികളൊക്കെ ഇറങ്ങിയ ചരിത്രമുണ്ട് തൃശ്ശൂരില്. അപ്പോൾ ഒരു വനിതാ പ്രാതിനിധ്യം ഈ ടീമിലെ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്? ഇല്ല, പെൺപുലികൾ നമ്മുടെ ടീമിൽ നിന്ന് ഇറങ്ങണില്ല. ഇവിടെ ഇപ്പോ അതിനുള്ളൊരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടില്ല. ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ ഒപ്പം ഉണ്ട്. നമ്മള് എന്തിനും പോകാറുണ്ടോ ഇവരുടെ കൂടെ? അതാണ് ഒരു ഹൈലൈറ്റ്. ഓക്കെ, എത്ര കുട്ടിപ്പുലികൾ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടാകും? 12 പേരുണ്ടാവും. ഇപ്രാവശ്യം എത്ര ഉണ്ടാവും, ഒരു കണക്കുണ്ടോ? 13 പേരുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇവരുടെ കൂടെ ഫുൾ ആ ഒരു പ്രൊസഷൻ മുഴുവൻ നടക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അപ്പത്തെ ഒരു വൈബൊക്കെ എങ്ങനെയാണ്? നല്ല വൈബാണ്. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഒത്തൊരുമിച്ച് പോണ ഒരു ടീം വർക്ക് അത്രയും ഇതായിട്ടാണ് നമ്മള് നമ്മള് വടം കെട്ടിയ ടൈമിലൊക്കെ നിന്നിട്ടൊക്കെയാണ് സേഫ് ആയിട്ടല്ലേ പോണത്. ഓക്കെ, ഇനി ഇതിൽ ആരാ പുലി കെട്ടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? കഴിഞ്ഞ മുമ്പത്തെ പോലെ നമ്മളിവിടെ ഇറക്കിണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കാനാട്ടുകര ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വേഷം ഇട്ടിരുന്നു. അവിടെ പുലിയുടെ വേഷം ഇട്ടിരുന്നു. ഓ, എങ്ങനെയാ ചേട്ടാ അതിന്റെ ചേട്ടൻ സ്വയം അതിനെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇടാറുണ്ടായിരുന്നതാണ്. നമ്മൾ ആദ്യം പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെ മുടിയാണ് അവര് വടിക്കുക. ഈ മുടി വടിക്കും. അത് കഴിഞ്ഞ പിന്നെ വെസ്റ്റ് കോട്ട് ഒരു പെയിന്റ് അടിക്കും. പ്രൈമർ ഒക്കെ അടിക്കുന്ന പോലെ? പ്രൈമർ അല്ല, അത് അരച്ച് ഉണ്ടാക്കുന്ന പെയിന്റ് ആണ്. അരച്ച പെയിന്റ്, മറ്റുള്ള പെയിന്റുകളൊന്നും യൂസ് ചെയ്യില്ല. ഇതിന് വേണ്ടിയിട്ട് പൊടി കിട്ടും, ഗിർല പൗഡർ എന്ന് പറയും. അത് അരച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് അത് ആ പെയിന്റാണ് ഓരോരോ കളറുകൾ മാറ്റിയിട്ട് നമ്മളെ അടിക്കും. ആദ്യം ഫിഗർ വരയ്ക്കും, പിന്നെ കോട്ട് അടിക്കും, പിന്നെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി നിൽക്കും. അപ്പോൾ രാവിലെ ഒരു 5 മണി തൊട്ടൊക്കെ വരച്ച് തുടങ്ങും അവര്. എന്നുവെച്ചാൽ നമുക്കൊരു 3 മണി 4 മണി ആകുമ്പോഴേക്കും റൗണ്ടിലേക്ക് കയറണ കാരണം അപ്പോൾ ചെയ്ത് തുടങ്ങിയാൽ 51 പുലി ഒരു ടീമിലുണ്ടാവും. എല്ലാ ടീമിലും മിക്കതും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് തുടങ്ങിയാലാണ് ആ സമയം നമുക്ക് കഴിയുള്ളൂ. അപ്പം അതിന് വേണ്ടി അങ്ങനെ ചെയ്യും. ഇപ്പൊ ഓരോ പുലിക്കും ഓരോ ഡിസൈൻ ആണല്ലോ ഉണ്ടാകുക. ഈ ഡിസൈൻ നമ്മൾ എങ്ങനെയാ തീരുമാനിക്കുന്നത്? അത് പുലികളുടെ വയറും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മള്. ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടി വയറൊക്കെ വരാൻ ശ്രമിക്കാറുണ്ടോ? പറ്റില്ല. അല്ല, ഇതിനു വേണ്ടി പുലിക്കളിയുടെ ഓണത്തിന്റെ സീസണിൽ ഇങ്ങനെ പോണ ആൾക്കാരുണ്ട്. അവര് ഇതിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. തൃശ്ശൂരുള്ളവർ തന്നെയാണോ അതോ പുറത്തുനിന്ന് ആൾക്കാർ വരാറുണ്ടോ? പുറത്ത് നമ്മളോട് 2 പേര് പുറത്തുനിന്നുണ്ട്. ഒരാൾ തിരുവനന്തപുരത്തുനിന്നുണ്ട്, ഒരാൾ മലപ്പുറം. അപ്പൊ അവരെ അങ്ങനെ നോക്കി നമ്മൾ പൈസ കൊടുത്തിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ ഇത്ര നേരം നമ്മൾ നിൽക്കുകയാണല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ദൂരം നടക്കുന്നുണ്ട്. ശാരീരികമായി എങ്ങനെയാണ്? അല്ല, അത് എല്ലാ കൊല്ലം ഇടണ കാരണം അവർക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ അത് ഇട്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് ഇടുന്ന ആളാകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും നേരം നിൽക്കാനും നമ്മൾ ഇതേ സെയിം പെയിന്റ് അല്ല അടിക്കുക. അവർക്ക് സെപ്പറേറ്റ് കുറച്ചിട്ട് ആണ് അവർക്ക് ചെയ്യുക. അവര് ആഗ്രഹം കൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് നമ്മളൊരു ഇത് കൊടുക്കും, ചാൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത്. ഓക്കെ, ഇപ്പോ ഇതിനെന്തെങ്കിലും വ്രതാനുഷ്ഠാനങ്ങളുണ്ടോ? ഇപ്പൊ ഈ എന്താ പറയാ, ഫ്ലോട്ട് ഉണ്ടാക്കുന്നതിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുലി കെട്ടുന്നതിനായിട്ടാണെങ്കിലും എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളുണ്ടോ ഇതിന്റെ ഭാഗമായിട്ട്? ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കായിട്ടില്ല. ഇപ്പൊ നിങ്ങളൊരു സമിതി എന്ന നിലയ്ക്ക് ഇതിനുള്ള പ്രിപ്പറേഷൻ എത്ര മാസം മുന്നേ തുടങ്ങും? എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. ഇതിന്റെ പിന്നാലെയാണ്. എങ്ങനെയാണ് 4-ാം ഓണം എന്ന് വെച്ചാൽ അതിന്റെ ഒരു തുടക്കം എപ്പോഴായിരിക്കും? രാവിലെ 5 മണിക്കാണ് സ്റ്റാർട്ടിങ്. പുലർച്ചെ തുടങ്ങും 5 മണിയാകുമ്പോൾ. അപ്പോഴേക്കും എല്ലാവരും എത്തും. മരക്കാർ നമ്മുടെ ദേശത്തുള്ളവർ തന്നെയാണോ? നമുക്ക് MG റോഡിൽ കയറാൻ ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 4 മണിയാകുമ്പോഴേക്കും റൗണ്ടിന് അവിടെ എത്തണം. അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ടാകും. നേരത്തെ തുടങ്ങണം. രാവിലെ 5 മണിക്ക് വരെ തുടങ്ങിയാലാണ് ആ സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ, കയറാൻ പറ്റുള്ളൂ. നമ്മൾ കയറിയിട്ട് വേണം ബാക്കിൽ അടുത്ത ടീമുകൾക്ക്. ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട്. ഇത്ര മിനിറ്റ് അവിടെ കളിക്കാൻ പാടുള്ളൂ, നടുവിലാല്, നയിക്കനാല്, അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ട്. അവിടെ ഇത്ര മിനിറ്റ് മാത്രമാണ് കളിക്കാൻ പാടുള്ളൂ. 20 മിനിറ്റ് ആണ് കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരു ടീമിന് തന്നത്. ഇത്തവണ ഇപ്പൊ അത് കൺഫേം ആയിട്ടില്ല.
ടീമുകളുടെ എണ്ണം കൂടിയിട്ട് ഇപ്രാവശ്യം 7 എന്നുള്ളത് 9 ഓ അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം കഴിയുമ്പോ തന്നെ 10 മണിയായിട്ട് ഇപ്രാവശ്യം അതിലും ലേറ്റാകാൻ സാധ്യത. എനിക്ക് തോന്നുന്നു കാലങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുന്തോറും ഇതിനൊരു സ്വീകാര്യത കൂടി വരുന്നതായിട്ടാണ്. പൊതുവെ നമുക്കറിയാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് താഴേക്ക് പോകുന്നത് പോലെ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ പുലിക്കളിയുടെ ഒരു സ്വീകാര്യത കൂടി വരുന്നത് പോലെയാണോ? തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരില് പിന്നെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ പുലിക്കളി തന്നെയാണ്. അത് തൃശ്ശൂർ പൂരത്തിന് അതേപോലെ ജനങ്ങള് തൃശ്ശൂർ റൗണ്ട് ഫുള്ള് നിറയും. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ ഇപ്രാവശ്യം നടത്തുന്ന വാശി തന്നെയായിരുന്നു. നമ്മുടെ ആൾക്കാരെല്ലാവരും സഹായ സഹകരണം കാരണം അത് ഇപ്രാവശ്യം ഭംഗിയാവുന്നാണ് പ്രതീക്ഷ. അവരെല്ലാവരും നമ്മുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാം അങ്ങനെ സഹോദരക്കാരാണ്. ജാതിയില്ല മതയില്ല ഒന്നുമില്ല, എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ള പരിപാടിയാണ്. രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. തൃശ്ശൂർ പൂരത്തിന്റെ പന്തലിന്റെ ആളെ കവച്ചു വെക്കാൻ ഇപ്പൊ ആരുമില്ല. കേരളത്തില് മൊത്തം ആളാണ് പുലിയാണ്. പന്തലിന്റെ രാജാവാണ്. ഓക്കെ, ഇപ്പൊ സമിതിയിലെ രക്ഷാധികാരിയായിട്ടിരിക്കുന്നു അല്ലേ? ഓ ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പുലിക്കളുടെ വിശേഷങ്ങൾ. ഈ ഡാൻസ്, അതിന്റെ പാട്ട്, അതങ്ങനെ എങ്ങനെയാ? ഐ മീൻ കൊട്ടാണ്, അതായത് കൊട്ടിനനുസരിച്ചിട്ട് ചുവട് വയ്ക്കുക. ആ ചുവട് നിങ്ങൾ മുന്നേ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അത് ഇപ്പൊ ചേച്ചിയായാലും കുറച്ചു നന്നാ തന്നെ കൈബന്ധു. അത് അങ്ങനെയാണ്. തൃശ്ശൂർ പൂരം അങ്ങനെ തന്നെയാ, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ പോയിരുന്നാ മതി. അതെന്തായാലും നമ്മൾ ആടും. അങ്ങനത്തെ കൂട്ടുകളൊക്കെ എന്തെയാ പുലിക്കളിക്ക് ഒറ്റ കൂട്ടാണ് മെയിനായിട്ട് കൂട്ടണം. ഓ, അപ്പൊ നമുക്ക് കാണാലോ കൃത്യമായിട്ട് ഒരു യൂണിറ്റിയിലാണ് അവര് ആടുന്നത്. 4 കാലാണ് മേളത്തില്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെയാണ് വരുന്നത്. ഒന്നാമത്തെ കാലം ഭയങ്കര സ്ലോ ആയിട്ടാണ് കൂട്ടുക. അത് കഴിഞ്ഞ രണ്ടാമത്തെ അതിലും കുറച്ച് മുകളിലേക്ക്, മൂന്നാമത്തെ കുറച്ച്, 4ആണ് ഏറ്റവും ഫിനിഷിങ്ങില് പുലികൾ കളിക്കണം. അങ്ങനെ 4 കാലാണ്. ഓ, ഈ 4 കാലങ്ങളും മാറി മാറി വരുമോ? മാറില്ല. ആദ്യം ഫസ്റ്റ് കൊട്ട് സ്ലോ ആയിട്ട് കൊട്ടും, അത് കഴിഞ്ഞ് കുറച്ച് കയറ്റി കൊട്ടും. അപ്പൊ അതിനനുസരിച്ചാണ് പുലികൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. പുലിക്കൊട്ട് കൊട്ടിയാലാണ് പുലികൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. വേറെ ശിങ്കാരിമേളോ നാസിക് ഡോളോ കൊണ്ടുവന്നാൽ അവർക്ക് ഇതേപോലെ കളിക്കാൻ പറ്റില്ല. ഇപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഇതിന് വലിയൊരു സാമ്പത്തിക സ്രോതസ് ആവശ്യമാണ് എന്നുള്ളത്. എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? എത്ര രൂപയോളം ചെലവ് വരുന്നുണ്ട് ഒരു വർഷം? ഏറ്റവും കുറവ് ഒരു പുലിക്കളി സംഘത്തിന് ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. നല്ല രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. ഒരു പുലിക്ക്, നല്ലൊരു വയറുള്ള പുലിക്ക് 10,000 രൂപ കൊടുക്കണം. ഒരാൾ വേഷത്ത് 2 ദിവസം അങ്ങേരെ പോവും. അതുകൊണ്ട് തന്നെ വലിയൊരു 51 പുലി എന്ന് പറയുമ്പോൾ എത്ര രൂപ ചെലവ് വരുന്നു ആലോചിച്ചാൽ മതി പുലികൾക്ക് മാത്രം. പിന്നെ ഫ്ലോട്ടിന് വേറെ വരും, പിന്നെ വരയ്ക്കുന്ന ആളുകൾക്ക്, പൊട്ടിന്റെ ആളുകൾക്ക്, ചെണ്ടയ്ക്ക്, അങ്ങനെ ഒരുപാട് ഇത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കലാരൂപത്തെ നിലനിർത്താനുള്ളൊരു സാമ്പത്തിക സഹായം, ചെറിയൊരു സഹായം കിട്ടുന്നുള്ളൂ. ബാക്കി വള്ളംകളിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിന് കിട്ടുന്ന മാതിരി ഒരു സഹായം കിട്ടുന്നില്ല. അത് സർക്കാരിന്റെ ആയാലും കോർപ്പറേഷന്റെ ആയാലും ചെറിയൊരു സഹായം കിട്ടും. പക്ഷെ അത് ഈ വർഷത്തെ സഹായം അടുത്ത വർഷം കിട്ടുക. ഈ വർഷം തന്നെ കിട്ടിയാലാണ് നമുക്ക് സാമ്പത്തിക ബാധ്യത ഒഴിവാക്കി കുറയ്ക്കാൻ പറ്റും. ഇവർക്കൊക്കെ നമ്മൾ പല വർഷമൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇപ്പോഴും, കയ്യിലുള്ള സ്വർണം പണയം വെച്ചിട്ടാണ് ഇപ്പോഴും ആ ബാധ്യത തീർക്കാറ്. പിന്നെ കോർപ്പറേഷനെ കിട്ടുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടാറ്. അപ്പൊ അതിന് പകരം നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ, പണ്ടൊക്കെ 16-17 ടീം ഉണ്ടായിരുന്നു. അത് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ 10-ൽ താഴേക്ക് എത്തിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷെ സാമ്പത്തിക ബാധ്യത ആലോചിച്ചിട്ട് ആരും ഇതിന് മുൻകൈ എടുക്കുന്നില്ല. ഇത് മുൻകൈ എടുക്കുന്ന ചെറുപ്പക്കാർക്ക് പ്രശ്നങ്ങൾ നേരിടാം. അതുകൊണ്ടാണ് ടീമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ അവരെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകും എന്നുള്ളത് അവർക്കൊരു വിശ്വാസമുണ്ട് എല്ലാവരും ടീമായിട്ട്. അതാണ് മെയിൻ ഒരു പ്രശ്നം. അതിൽ വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പുലിക്കളിയൊക്കെ അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ജനം ടിവിയുടെ ഒരു ഓണാശംസകൾ നേടുകയാണ്. താങ്ക് യു സംസാരിച്ചതിന്.